അപ്പോൾ ഈ കൂടോത്രം ഏത് വകുപ്പിൽ വരും? ആ കൂടോത്രം ശരിക്കും സുധാകരനെ ഞെട്ടിച്ചോ? നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ റിപ്പോർട്ട് പുറത്തുവിടുകയാണ് ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിലൂടെ. കെ സുധാകരൻ മുഖ്യമന്ത്രിയാകുന്നത് തടയാനാണ് കൂടോത്രം ചെയ്തതെന്ന് തന്ത്രിയുടെ വെളിപ്പെടുത്തൽ. നിരന്തരം ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായപ്പോൾ താന്ത്രിക പരിഹാരം ചെയ്യുകയായിരുന്നു. ശത്രുക്കൾ അകത്തും പുറത്തുമുണ്ടെന്നും പരിഹാരം തേടിയത് കെ സുധാകരൻ നേരിട്ടല്ലെന്നും ബന്ധുക്കളാണെന്നും കൂടോത്രം കണ്ടെടുത്ത തന്ത്രി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. ആത്മീയ പരിഹാരം തേടുന്നത് സ്വാഭാവികമാണെന്നും വിവാദം അവസാനിപ്പിക്കണം എന്നുമാണ് തന്ത്രി ആവശ്യപ്പെടുന്നത്. അതെ, കാരണം തീർച്ചയായിട്ടും എല്ലാ കേരളത്തിന്റെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാർക്കും അറിയാം, അത് അകത്തും പുറത്തുമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അറിയാം, അദ്ദേഹം തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷൻ വന്നാൽ അദ്ദേഹം തീർച്ചയായിട്ടും CM ആകും. അപ്പൊ അദ്ദേഹത്തിന് ശാരീരികപരമായിട്ട് അപ്സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് അതൊരു വലിയൊരു നേട്ടമായി മാറും. അപ്പൊ സുധാകരൻ ചേട്ടന്റെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു കർമ്മങ്ങളോ കാര്യങ്ങളോ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അവിടെ നടന്നിട്ടില്ല. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തില് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ കുടുംബക്കാരത് ശ്രദ്ധിക്കും. ഇപ്പോഴായിരിക്കും ഒരു അഡ്വൈസറെ, സ്പിരിച്വൽ അഡ്വൈസറെ എടുത്തു ചെന്ന് അതെന്താണെന്ന് ചോദിക്കും, അതും പ്രകാരം കാര്യങ്ങൾ ചെയ്തത്. ഇത് ഏകദേശം ഇത് കഴിഞ്ഞിട്ട് തന്നെ കാലങ്ങളായി, 3 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നടന്ന കാര്യങ്ങളായതല്ല. അത് കാരണം ഞാൻ പറഞ്ഞില്ല, ഇതൊരു രാഷ്ട്രീയ ഇതാണല്ലോ. അപ്പൊ അത് പല ഭാഗങ്ങളില് അത് ചിന്തിച്ചത് പറയണ്ട, അത് അതിനകത്ത് തമ്മിൽ പ്രശ്നങ്ങളും ഇതുണ്ടാവും, പുതിയ ഇലക്ഷൻ കാര്യങ്ങളും വരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന് അത് അറിയാം, ഇതാര് ചെയ്തു, അത് അവർക്കൊരു മനസ്സിന് സന്തോഷം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ചർച്ചാ വിഷയം ആക്കി മാറ്റണ്ട. ഇതോടുകൂടി ഈ വിഷയം ഇവിടെ പര്യവസാനിക്കണം. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. രഞ്ജിത്ത്, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. രഞ്ജിത്ത്, ഈ തകിടൊക്കെ കുഴിച്ചിട്ട് ശത്രുക്കളെയൊക്കെ ഓടിക്കാമെങ്കിൽ അത് എത്ര എളുപ്പമായിരുന്നു എന്ന് ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും ആലോചിക്കുന്നുണ്ടാവും. കാരണം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊന്നും വേണ്ടല്ലോ, എല്ലായിടത്തും കൊണ്ടുപോയി ഇതുപോലെ കാര്യങ്ങൾ ചെയ്താൽ എല്ലാം പെട്ടെന്ന് റെഡിയാക്കി കിട്ടും എന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന പ്രവൃത്തിയായി പോയില്ലേ? കെ സുധാകരന്റെ വീട്ടിൽ എന്താണ് നടന്നതെന്ന് ഇപ്പോൾ തന്ത്രി കൂടി പറയുമ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസ്യത വരികയല്ലേ? ഇതിലൊക്കെ വിശ്വാസമുള്ള ആളുകളാണെന്നും ഇതൊക്കെ ചെയ്യിച്ചിട്ടുണ്ടെന്നും പരിഹാരം ചെയ്തെന്നും ഒക്കെ ഉറപ്പാവുകയല്ലേ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന തന്ത്രിയുടെ സംഭാഷണത്തിലൂടെ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ഈ ശത്രു സംഹാരം എന്ന് പറയാറുണ്ട്. അതിന് ആത്മീയമായി പറയുന്നത് ശത്രുക്കളെ സംഹരിക്കലല്ല, ശത്രുതയെ ഇല്ലാതാക്കലാണ്, ശത്രുതയെ മിത്രഭാവത്തിലേക്കാക്കുക എന്നൊക്കെയാണ് പറയാറുള്ളത്. ഏതായാലും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കെ സുധാകരന് വല്ലാത്ത ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ പദവികൾ എടുത്തു കളയാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്താനും ഒക്കെ ചിലർ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് ഇത്തരത്തിൽ നിരന്തരമുണ്ടാകുന്ന വീഴ്ചകൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഒരു സ്പിരിച്വൽ അഡ്വൈസറെ സമീപിക്കുന്നത്. അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ്. നമ്മൾ വാട്സപ്പ് വഴി അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കണം. കാരണം സുധാകരൻ നേരിട്ട് പറഞ്ഞിട്ടല്ല ഇത്തരത്തിൽ ഒരു പരിഹാരക്രിയകൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ സുധാകരൻ സംഭവിച്ചിട്ടുള്ള നിരന്തര വീഴ്ചകൾ, അദ്ദേഹത്തിൻ്റെ ശാരീരികമായ മാനസികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് തന്നെ സമീപിച്ചത്. അത് പ്രകാരമാണ് താന്ത്രികമായ പരിഹാരക്രിയകൾക്ക് വേണ്ടി നിർദ്ദേശിച്ചത്. അത് പ്രകാരം അന്വേഷിച്ചപ്പോഴാണ് വീട്ടിൽ ഇത്തരത്തിൽ തകിടുകളും കൂടോത്രവും ചെയ്തു വെച്ചിട്ടുള്ളതായി കണ്ടെത്തിയത്. അതെടുത്ത് ഒഴിവാക്കാനും അതിൻ്റെ പരിഹാരക്രിയകൾ ചെയ്യാനും സാധിച്ചു. ആ ക്രിയകൾ ചെയ്തോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടുമുള്ള കാര്യം, രാഷ്ട്രീയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കെ സുധാകരൻ്റെ മുഖ്യമന്ത്രി പദം തടയാൻ വേണ്ടി, മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം തടയാൻ വേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ചിലർ ശ്രമിച്ചു എന്ന് സുധാകരന് ബോധ്യമുണ്ട്. ആ ബോധ്യം ഈ കൂടോത്രത്തോടു കൂടി കൂടുതൽ ബലപ്പെട്ടു എന്നുള്ളത് ഒരു കാര്യം വ്യക്തമാണ്. മറ്റൊന്ന്, ഇദ്ദേഹം നേരിട്ടല്ല, സുധാകരൻ നേരിട്ടല്ല ഇത്തരത്തിലൊരു പരിഹാരക്രിയയ്ക്ക് വേണ്ടി ശ്രമിച്ചത്. അത് സ്വാഭാവികമായിട്ടും സുധാകരൻ്റെ കൂടെ നിൽക്കുന്ന അഭ്യുദയകാംക്ഷികളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ തന്നെയാണ് ഈ സ്പിരിച്വൽ അഡ്വൈസറായിട്ടുള്ള തന്ത്രിയെ ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പരിഹാരക്രിയയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത്. രഞ്ജിത്ത്, ഒരു കാര്യം ചോദിച്ചോട്ടെ? കെ സുധാകരൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അമിതമായി വിശ്വസിക്കുന്ന
ആളാണോ? കാരണം ആ തകിടുകൾ കണ്ടെടുക്കുമ്പോൾ ഉയിരു പോകാഞ്ഞത് ഭാഗ്യം എന്നൊക്കെ പറയുന്നത് കെ സുധാകരനാണ്. കാലിന്റെ ചിത്രമുള്ള തകിട് കാണിക്കുമ്പോൾ കാലിന് പ്രശ്നമുണ്ട്. അതായത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അലട്ടിയിരുന്നു. പലതരത്തിലുള്ള ചികിത്സയ്ക്ക് പോയതുമൊക്കെ വിവാദമാവുകയും ഒക്കെ ചെയ്തതാണല്ലോ. അതേ കാലയളവിലാണോ ഈ തകിടുകളുമൊക്കെ കുഴിച്ചെടുത്തത്? അതിനുശേഷം പരിഹാരക്രിയ ചെയ്തതിനു ശേഷം തന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു, ശത്രുക്കൾ കുറഞ്ഞു എന്നൊക്കെ വിശ്വസിക്കുകയാണോ കെ സുധാകരൻ എന്ന പ്രതിപക്ഷ നേതാവും എം പിയുമായ വ്യക്തി? സ്വാഭാവികമായിട്ടും ഒരാൾക്ക് വല്ലാത്ത അസ്വാസ്ഥ്യവും വല്ലാത്ത തിരിച്ചടികളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ആത്മീയ ആചാര്യന്മാരുടെ അടുത്ത് സമീപിക്കും. അവർ നിർദ്ദേശിക്കുന്ന പരിഹാരക്രിയകൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇത്തരത്തിൽ നിരന്തരം തിരിച്ചടികൾ ഉണ്ടാവാനുള്ള കാരണം നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്കെതിരെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഈ സ്പിരിച്വൽ അഡ്വൈസർ പറഞ്ഞ പ്രകാരം ആ പറഞ്ഞ ദിക്കിൽ തപ്പി നോക്കിയപ്പോൾ ഈ കൂടോത്രം കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൂടോത്രം കണ്ടെത്തിയപ്പോഴായിരിക്കണം കെ സുധാകരന് കൂടുതൽ വിശ്വാസമായിട്ടുണ്ടാവുക. കാരണം ഈ സ്പിരിച്വൽ അഡ്വൈസർ നേരത്തെ സുധാകരൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ആളൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു കൂടോത്രമുണ്ട് എന്ന് അദ്ദേഹം കാണുകയും അത് ആ ദിക്കിലുണ്ട് എന്ന് പറയുകയും അവിടെ തപ്പിയപ്പോൾ അത് കാണുകയും ചെയ്തപ്പോഴാവണം സുധാകരൻ ഈ അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക. ഇത്രയുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ ഉയിര് പോകാനുള്ള വഴിയുമുണ്ടല്ലോ എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ട് പറഞ്ഞതായിരിക്കാനാണ് സാധ്യത. ഏതായാലും ആ കൂടോത്രം കണ്ടെത്തിയ സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും കൂടോത്രം ചെയ്ത് നശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ചെയ്യുക രഞ്ജിത്തിനും നേരിട്ടറിയാമല്ലോ, ഇങ്ങനെയുള്ള ആത്മീയ ആചാര്യന്മാർക്ക് ആരാണിത് സ്ഥാപിച്ചത് എന്നൊക്കെ കണ്ടെത്താനുള്ള സിദ്ധികളുണ്ട് എന്നാണല്ലോ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായി അതിൽ ചില സൂചനകൾ തരേണ്ടേ? പാർട്ടിക്കകത്തുള്ള സുധാകരന്റെ ശത്രുക്കളിൽ ആരാണ് എന്ന സൂചനകളും സുധാകരന് അദ്ദേഹം നിശ്ചയമായി നൽകിയിട്ടുണ്ടാകുമല്ലോ രഞ്ജിത്ത്. തീർച്ചയായിട്ടും അദ്ദേഹം നൽകിയിട്ടുണ്ട്. സുധാകരനും അതിനെക്കുറിച്ച് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. തൽക്കാലം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് കൂടുതൽ ആർജവത്തോടു കൂടി കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളതാണ് സുധാകരൻ്റെ കുടുംബവും സുധാകരനുമൊക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്താത്തത്. പക്ഷേ ഉള്ളിൽ നിന്നാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും ഇനിയൊരു വിവാദം ഉണ്ടാകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഇത് അവസാനിപ്പിക്കാനായി ആ ഒരു പേര് പറയുന്നില്ല എന്ന് മാത്രം. സുധാകരൻ ഇക്കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് എന്നും ആരാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നും ഈ തന്ത്രി പറയുന്നുണ്ട്. പരിഹാരക്രിയ ചെയ്തതോടെ ആ ശത്രുത ഇല്ലാതായി എന്നും മനസ്സിലാക്കാമോ രഞ്ജിത്ത്? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമാകും. തീർച്ചയായിട്ടും പരിഹാരക്രിയകൾ ചെയ്തു എന്ന് തന്നെയാണ് ഈ തന്ത്രി പറയുന്നത്. പരിഹാരക്രിയകൾ ചെയ്തു, ഇനിയിപ്പോൾ കൂടോത്രം ചെയ്ത് ആൾക്കൊരു മനസ്സുഖം ഉണ്ടാകുമെന്നല്ലാണ്ട് അതിന് ഫലമില്ല, അത് വിഫലമായി തീർന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തന്ത്രി പറഞ്ഞ ഭാഗങ്ങൾ, തന്ത്രി ഫോണിലൂടെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, തന്ത്രി പറഞ്ഞ ഭാഗങ്ങൾ ഒന്നുകൂടി കേൾക്കുക. അതെ, കാരണം തീർച്ചയായിട്ടും എല്ലാ കേരളത്തിന്റെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാർക്കും അറിയാം, അത് അകത്തും പുറത്തുമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അറിയാം, അദ്ദേഹം തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷൻ വന്നാൽ അദ്ദേഹം തീർച്ചയായിട്ടും CM ആകും. അപ്പൊ അദ്ദേഹത്തിനെ ശാരീരികപരമായിട്ട് അപ്സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് അതൊരു വലിയൊരു നേട്ടമായി മാറും. അപ്പൊ സുധാകരൻ ചേട്ടന്റെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു കർമ്മങ്ങളോ കാര്യങ്ങളോ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അവിടെ നടന്നിട്ടില്ല. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തില് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ കുടുംബക്കാരത് ശ്രദ്ധിക്കും. ഇപ്പോഴായിരിക്കും ഒരു അഡ്വൈസറെ, സ്പിരിച്വൽ അഡ്വൈസറെ എടുത്തു ചെന്ന് അതെന്താണെന്ന് ചോദിക്കും, അതും പ്രകാരം കാര്യങ്ങൾ ചെയ്തത്. ഇത് ഏകദേശം ഇത് കഴിഞ്ഞിട്ട് തന്നെ കാലങ്ങളായി, 3 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നടന്ന കാര്യങ്ങളായതല്ല. അത് കാരണം ഞാൻ പറഞ്ഞില്ല, ഇതൊരു രാഷ്ട്രീയ ഇതാണല്ലോ. അപ്പൊ അത് പല ഭാഗങ്ങളില് അത് ചിന്തിച്ചത് പറയണ്ട, അത് അതിനകത്ത് തമ്മിൽ പ്രശ്നങ്ങളും ഇതുണ്ടാവും, പുതിയ ഇലക്ഷൻ കാര്യങ്ങളും വരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന് അത് അറിയാം, ഇതാര് ചെയ്തു, അത് അവർക്കൊരു മനസ്സിന് സന്തോഷം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ചർച്ചാ വിഷയം ആക്കി മാറ്റണ്ട, ഇതോടുകൂടി ഈ വിഷയം ഇവിടെ പര്യവസാനിക്കണം. കെ സുധാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകുന്നതിൽ നിന്ന് തടയുന്നതിനായിരുന്നു കൂടോത്രമെന്നാണ് അത് കണ്ടെടുത്ത തന്ത്രി പറയുന്നത്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ആളുകളാണ് എന്ന സൂചനയും തന്ത്രി തരുന്നുണ്ട്. പേരെന്തായാലും പുറത്തു പറയാൻ കെ സുധാകരൻ തയ്യാറാകാത്തിടത്തോളം കാലം, അദ്ദേഹത്തിന് അറിയാം ആരാണെന്ന്, ആ പേര് അദ്ദേഹം പുറത്തു പറയാത്തിടത്തോളം കാലം നമുക്കും ആ പേര് പറയാതെ തൽക്കാലം ഇരിക്കാം.